ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. എല്ലാ ഭക്തമനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഭക്തിപൂർവം സ്വാഗതം ചെയ്യുകയാണ്. വൈഷ്ണവ സുദർശനത്തിൽ ലോകനന്മയ്ക്കായി ലോകത്തിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും ദുഃഖവും അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഈ ജപയജ്ഞം അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവിയുടെ അന്ന് സമാരംഭിച്ചു. ഇന്ന് 99ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 98 ദിവസങ്ങളിലും അമ്മ മഹാലക്ഷ്മി ദേവിയെ പൂജിച്ച് അമ്മയുടെ തിരുനാമം ജപിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം അമ്മ നമുക്ക് കനിഞ്ഞ് നൽകുകയുണ്ടായി. അതിൽ നമുക്ക് ആദ്യം തന്നെ ഭഗവാനോടും അമ്മയോടും നന്ദി പറയാം. കാരണം ഈ 99 ദിവസങ്ങളിലും അമ്മയുടെ തിരുനാമം ഒരു നാമമെങ്കിലും കേൾക്കണമെങ്കിൽ, ഒരു നാമമെങ്കിലും എഴുതണമെങ്കിൽ അത് അമ്മ നമുക്ക് അനുവദിച്ച് നൽകാതെ സാധ്യമല്ല എന്നുള്ളതാണ്. നവധാഭക്തിയിൽ, അതായത് 9 തരം ഭക്തിയാണുള്ളത്. അതിൽ ആ ഭക്തിയുടെ ഓരോ തലങ്ങളായിട്ട് പറയുന്നതിൽ പ്രഥമ സ്ഥാനം കൊടുത്തിരിക്കുന്നത് ശ്രവണത്തിനാണ്. അതായത് ഭഗവതിയുടെ തിരുനാമ സങ്കീർത്തനങ്ങൾ കേൾക്കുന്നതിലാണ് ഏറ്റവും 1ാം സ്ഥാനം കൊടുത്തിട്ടുള്ളത്. ശ്രവണം കീർത്തനം വിഷ്ണോർ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ആ 9ാമത്തെ പടിയിലെത്തുമ്പോൾ അത് ആത്മനിവേദനമായിട്ട് നാം നമ്മെ തന്നെ ഭഗവാനായിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആ ജപയജ്ഞം പൂർത്തിയാക്കുന്നു. അപ്പം അതിൽ പ്രഥമസ്ഥാനം എപ്പോഴും ശ്രവണത്തിനാണ്. കേൾക്കുക, അമ്മയുടെ തിരുനാമം കേൾക്കുക, അതിനുശേഷം കീർത്തിക്കുക, കീർത്തനമായിട്ട് ഈ ജപം ചൊല്ലുക എന്നുള്ളത്. അതിനുശേഷം എപ്പോഴും അമ്മയുടെ സ്മരണം. അപ്പം അങ്ങനെ ആ 9 തരം ഭക്തിയിലും നമുക്ക് അമ്മയെ ഭജിക്കാനായിട്ട് സാധിക്കും. അപ്പം അതിൽ പ്രഥമ സ്ഥാനം എപ്പോഴും ശ്രവണത്തിനാണ്. അപ്പം ആ ശ്രവണത്തിനുള്ള ഒരു ഭാഗ്യം അത് നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല, അതെല്ലാം അമ്മ നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയതിൻ്റെ ഫലമായിട്ടാണ്. ഇന്നത്തെ നാമം വളരെ വിശേഷപ്പെട്ടതാണ്. അതായത് അമ്മയുടെ തിരുനാമം ഓം പ്രസന്നാക്ഷേ നമഃ എന്നുള്ള, പ്രസന്നാക്ഷേ നമഃ എന്നുള്ള തിരുനാമമാണ്. ആ പ്രസന്നമായിട്ടുള്ള അക്ഷി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ണാണ് അല്ലേ? അമ്മയുടെ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു കരുണയാണ്, എന്തൊരു സന്തോഷമാണ്, എന്തൊരു ആനന്ദമാണ്, എന്തൊരു കരുതലാണ്. ഇതെല്ലാം അമ്മയുടെ കണ്ണിലുണ്ട്. എന്തൊരു സൗന്ദര്യമാണ് അമ്മയുടെ കണ്ണിന്. അപ്പോൾ കണ്ണിന് കൂടുതൽ സൗന്ദര്യം വേണം, ആകർഷണം വേണം എന്നൊക്കെ ആ ഒരു ആഗ്രഹത്തോട് കൂടി അമ്മയെ ഭജിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ കണ്ണുകൾ വളരെ മനോഹരമായിട്ട് വെട്ടിത്തിളങ്ങുന്ന രീതിയിലായി മാറും. അതായത് ഏത് ഭാവത്തിലാണോ നാം ഈശ്വരനെ ഭജിക്കുന്നത് ആ ഭാവത്തിൽ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. അപ്പോൾ സുന്ദരമായ കണ്ണുകൾ വേണം, കണ്ണിന് നല്ല കാഴ്ചശക്തി ഉണ്ടാവണം. ഈ കണ്ണിൻ്റെ പ്രഭ എന്നും മരിക്കുവോളം ഈ കണ്ണിന് കാഴ്ച അതേപോലെ തന്നെ നിലനിൽക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ഭക്ത മനസ്സുകള്, സജ്ജനങ്ങള് അമ്മയുടെ ആ കണ്ണിനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനം ചെയ്തുകൊണ്ട് ഈ ജപം കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ കണ്ണ് പ്രശോഭിതമാവുന്നതാണ്. അമ്മയുടെ ഓരോ തിരുനാമവും ഓരോ ഫലശ്രുതിയാണ്. അപ്പം ആ പ്രസന്നമായ അക്ഷിയോടുകൂടിയ ആ അമ്മയെ നമ്മളിന്ന് ഭജിക്കുകയാണ്, പൂജിക്കുകയാണ്, ആരാധിക്കുകയാണ്. അപ്പം കണ്ണിന് നല്ല സൗന്ദര്യം, ആകർഷണം. നമ്മുടെ കണ്ണിലേക്ക് നോക്കിയാൽ നമ്മുടെ ഭാവം എന്താണെന്നറിയാം. അപ്പം സുന്ദരമായ കണ്ണുകൾ നമുക്കുണ്ടാവാനായിട്ട്, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട്, നമുക്ക് നന്മയുടെ അഭിവൃദ്ധി,
സത്വഗുണത്തിൻ്റെ അഭിവൃദ്ധി, സന്തോഷം, സമാധാനം, ആരോഗ്യം ഇവയുടെ എല്ലാത്തിൻ്റെയും അഭിവൃദ്ധിക്കായിക്കൊണ്ട് ഇന്നത്തെ അമ്മയുടെ തിരുനാമജപം നമുക്ക് ഭക്തി ആദരപൂർവം ഭഗവാനെയും അമ്മയെയും ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരംഭിക്കാം. എല്ലാ ഭക്തമനസ്സുകളും ഇനി മുതലുള്ള ദിവസങ്ങളിൽ കൃത്യമായി ഇനി പറയുകയാണെങ്കിൽ, ഇന്നത്തെ ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ 10 ദിവസങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും കൃത്യമായിട്ട് എല്ലാവരും ആ പേരിനോടൊപ്പം നാളും കൂടി കമൻറ്റിൽ എഴുതേണ്ടതാണ്. കാരണം നമ്മുടെ ജപയജ്ഞം ഏകദേശം പൂർത്തിയായി വരുന്നു. പ്രധാനമായിട്ടും 100 കഴിഞ്ഞിട്ടുള്ള 101ാമത്തെ ദിവസം തൊട്ടുള്ള 8 ദിവസങ്ങൾ വളരെ വിശേഷമാണ്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ നാളും പേരും കൂടി നിങ്ങൾ അതിൻ്റെ അകത്ത് കമൻറ്റിൽ എഴുതിയിടേണ്ടതാണ്. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ആരാധനയുടെ സമയത്ത് ആ പേരും നാളും കൂടി ഉൾപ്പെടുത്താനായിട്ട്, പൂജയുടെ സമയത്ത് നമുക്കത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് കൃത്യമായി എല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിൽ മറക്കാതെ ആ അമ്മയുടെ തിരുനാമം എഴുതുന്നതോടൊപ്പം ആ നിങ്ങളുടെ പേരും നാളും, പേര് എല്ലാവരുടെയും എനിക്ക് അറിയാം, അതിൽ കൊടുത്തിട്ടുള്ള ബാക്കി കുറച്ച് പേരുടെ നാൾ കൂടി എഴുതിയിടാനുള്ളവർ എഴുതിയിടുക. കൃത്യമായിട്ട് അത് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ, ഇനി പ്രത്യേകിച്ച് 100 ദിവസം കഴിഞ്ഞിട്ടുള്ള 8 ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു ജപത്തിൻ്റെ പാരമ്യതയിലേക്ക് എത്തുന്ന ദിവസങ്ങളാണ്. നമുക്കറിയാം, ആ നാരായണീയം രചിച്ച ഭട്ടതിരിപ്പാടിന് ഭഗവാൻ അനുഗ്രഹിച്ചതും ആ 100ാമത്തെ ദശകം എഴുതിക്കഴിഞ്ഞ് 100 ദിവസം പൂർത്തിയാക്കിയതിന് ശേഷമാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഭഗവതി അമ്മ, ഭഗവാൻ എപ്പോഴും അനുഗ്രഹ കലകൾ നമ്മൾ തൂവി നിൽക്കുന്നതാണ്. എപ്പോഴും ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സന്തതി പരമ്പരകളിലേക്ക് ഒഴുകുന്നതാണ്. നമ്മുടെ കർമ്മപ്രാരബ്ധവശാലുള്ള ദുഃഖങ്ങളെല്ലാം നീക്കി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ജപം നമുക്ക് ഭക്തി ആദരപൂർവം ആ ഭഗവതി അമ്മയുടെയും ഭഗവാന്റെയും തൃപ്പാദകമലങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓരോ വാക്കുകളും പൂജാപുഷ്പങ്ങളായിട്ട് ആ ഭഗവതി അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട്, ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കുകയാണ്. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. 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 പ്രസന്നമായ അക്ഷിയോടുകൂടിയ അമ്മയെ തിരുനാമം ജപിച്ച് ഓം പ്രസന്നാക്ഷേ നമഃ എന്നുള്ള തിരുനാമം 108 പ്രാവശ്യം ജപിച്ച് അമ്മയുടെ പാദാരവിന്ദങ്ങൾ സമർപ്പിക്കുകയാണ്. ഓം പ്രസന്നാക്ഷേ നമഃ. 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 ഓം
പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം
പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഓം പ്രസന്നാക്ഷേ നമഃ. ഈ ഭഗവതി അമ്മയുടെയും ഭഗവാന്റെയും തിരുനാമങ്ങൾ ജപിക്കുന്ന കേൾക്കുന്ന എല്ലാ ഭക്തമനസ്സുകൾക്കും ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും സന്തോഷവും സമൃദ്ധിയും സൽകീർത്തിയും ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോടും അമ്മയോടും തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ജപം നമുക്ക് ഭഗവതി അമ്മയുടെയും ഭഗവാന്റെയും പാതാരവിന്ദങ്ങൾ സമർപ്പിക്കാം. എല്ലാവർക്കും നന്മയും സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ദിവസമായി തീരട്ടെ ഇന്നത്തെ ദിവസം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്തേ.